EMS സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം ഇന്നത്തെ സർക്കാരിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ ചളവറ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിലായ VJ വിൽസന്റെ പക്കൽ നിന്നും 2000 രൂപ കണ്ടെടുത്തു. വിൽസന്റെ ചാലക്കുടിയിലെ വസതിയിലും വിജിലൻസ് പരിശോധന നടത്തി. പെരിന്തൽമണ്ണ തെക്കൻമലയിലെ ക്രഷർ യൂണിറ്റിനും ക്വാറിക്കുമെതിരെ നാട്ടുകാർ സമരം ശക്തമാക്കി. പട്ടിക്കാട് ചുങ്കത്ത് ഹർത്താലും നിരാഹാര സമരവും. കരിമ്പുഴ പുഴയിൽ പോലീസ് റെയ്ഡ്. അനധികൃതമായി മണൽ കടത്തിയ 4 വണ്ടികൾ പോലീസ് പിടിച്ചെടുത്തു. പരിശോധനയും നടപടിയും ശക്തമാക്കുമെന്ന് ചെർപ്പശ്ശേരി CI M കൃഷ്ണൻ. ഇന്നത്തെ ആഘോഷങ്ങൾ യഥാർത്ഥ ആഘോഷങ്ങളല്ലെന്ന് DYFI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ. ആഘോഷങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടതാണെന്നും ജയദേവൻ. മണ്ണാർക്കാട് ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. MET ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. വിശദമായ വാർത്തകളിലേക്ക്. കർഷകരുടെയും സാധാരണക്കാരുടെയും ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് സർക്കാരുകൾക്ക് ആവുന്നില്ലെന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. EMS സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം സംസ്ഥാന സർക്കാരിന് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏലംകുളം ചെറുകരയിൽ CPM സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടി. ഭൂമി സ്വന്തമാക്കി കൊടുത്തു. കുടികിടപ്പുകാരന് 5-10 സെന്റ് അവന് സ്വന്തമാക്കി. ഭൂമി ഇല്ലാത്ത ആളുകൾ, ഭൂരഹിതര്, അവര് 3 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഭൂമി ആ ഗവൺമെന്റ് കൊടുത്തു. 5 ലക്ഷത്തോളം കുടികിടപ്പുകാർക്ക് അവർക്ക് ഭൂമിയിൽ അവകാശം കൊടുത്തു. 38 ലക്ഷം കൃഷിക്കാർക്ക് അവർക്ക് ജന്മിയുടെ ഭൂമി സ്വന്തമാക്കി കൊടുത്തു. അത് ആ ഗവൺമെന്റാണ്. അതിന്റെ ഇടക്കും തലക്കും ഒക്കെ ഭരിച്ചിട്ടുണ്ടല്ലോ UDFന്റെ കോൺഗ്രസിന്റെ ഗവൺമെന്റ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരുടെ ഭരണത്തിന്റെ കീഴിൽ ഇത്തരം ആനുകൂല്യം കൃഷിക്കാർക്ക് ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളത് വല്ലവരും ഓർക്കുന്നുണ്ട്. ഏലംകുളം ചെറുകര കിഴുങ്ങത്തോളിലാണ് CPMന്റെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന സദസ്സ് നടന്നത്. CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി NP ഉണ്ണികൃഷ്ണൻ, മോഹനൻ ചെറുകര, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണയ്ക്കടുത്ത് തെക്കൻമലയിൽ ക്രഷർ യൂണിറ്റും ക്വാറിയും പ്രവർത്തനം തുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സർവകക്ഷി ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സമരം തുടങ്ങി. പ്രദേശവാസികൾ പട്ടിക്കാട് ചുങ്കത്ത് ഹർത്താലും നിരാഹാര സമരവും നടത്തി. പെരിന്തൽമണ്ണയ്ക്കടുത്ത തെക്കൻമല കരുവമ്പാറയിൽ നാലകത്ത് ഗ്രാനൈറ്റ് കമ്പനിയാണ് ക്രഷർ യൂണിറ്റും ക്വാറിയും നടത്തുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെയും വെട്ടത്തൂർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തുകളുടെയും അതിർത്തിയിലാണ് തെക്കൻമല. തെക്കൻമലയിൽ ക്രഷർ യൂണിറ്റും ക്വാറിയും പ്രവർത്തിപ്പിക്കുന്നതിന് വെട്ടത്തൂർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തുകൾ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സർവകക്ഷി ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് 100 കണക്കിന് ആളുകൾ ചുങ്കത്തെ സമരപന്തലിലേക്ക് പ്രകടനവുമായി എത്തി. സമരത്തിൽ 110 പേർ നിരാഹാരം അനുഷ്ഠിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സമരരംഗത്ത് ഉണ്ടായിരുന്നു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം UP ഫാത്തിമ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. സർവകക്ഷി ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ PC അമീർ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും സംസാരിച്ചു. സമരത്തിന്റെ ഭാഗമായി പട്ടിക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹർത്താലും ആചരിച്ചു. ഹർത്താലിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചില്ല. ക്രഷർ യൂണിറ്റിന്റെയും ക്വാറിയുടെയും പ്രവർത്തനം ആശങ്കാജനകമാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തും അതുപോലെ തന്നെ വെട്ടത്തൂർ പഞ്ചായത്ത് ബോർഡും ഈ ക്രഷറിന് അനുമതി നിഷേധിച്ചത് ഇവിടെ വരില്ല എന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ സെക്രട്ടറി അതിന് അനുമതി നൽകുകയും അപ്പോൾ ഇത് ഈ സമരവുമായി മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോ ഈ അനുമതി ക്രഷറിന് കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ പോകുന്ന സ്ഥിതിക്ക് നേരത്തെ ആശങ്കപ്പെട്ടതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടിക്ക് അപകടം പറ്റി, അതുപോലെ തന്നെ ശബ്ദം പൊടിമലിനീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ വെള്ളം അവർ ഒന്നായിട്ട് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ സമരവുമായി മുന്നോട്ട് പോകുക. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ക്രഷർ തുടങ്ങിയതിന് ശേഷം നമ്മളെ ചുങ്കം ടൗണ് ഹർത്താൽ ആചരിച്ച് വ്യാപാരി വ്യവസായികൾ ഞങ്ങളോട് സഹകരിച്ചു. രാവിലെ 9 മുതൽ 5 വരെയായിരുന്നു നിരാഹാര സമരം. ക്രഷർ യൂണിറ്റും ക്വാറിയും പ്രവർത്തിപ്പിക്കുന്നതിന് നൽകിയ അനുമതി റദ്ദു ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ അറിയിച്ചു. വിജയം വരെയും നിരാഹാരം അനുഷ്ഠിക്കുന്ന ഒരു കാര്യം പഞ്ചായത്തിന്റെ മുമ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രഷർ കോറിന്റെ മുമ്പിലും നമ്മൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇത് പരാജയപ്പെടുത്തുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം, ആശങ്കപ്പെട്ട എല്ലാ സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുമെന്നത് തന്നെയാണ്. തൊട്ടപ്പുറത്തുള്ള പോപ്സൺ പ്രശ്നങ്ങൾ, പശുക്കടവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ
ഞങ്ങൾ മുമ്പിൽ കണ്ടതാണ്, പത്രങ്ങളിലൂടെ വായിക്കുന്നതാണ്, ഇതിന്റെ ഭവിഷ്യത്തുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് ഇത് വിജയം വരെയും സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറെ വിജിലൻസ് പിടികൂടി. ചളവറ വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ ചാലക്കുടി സ്വദേശി VJ വിൽസനെയാണ് കൈക്കൂലി വാങ്ങിയ 2000 രൂപയുമായി വിജിലൻസ് പിടികൂടിയത്. ചളവറ വില്ലേജ് ഓഫീസിൽ നിന്നും അർഹമായ രേഖകൾ പോലും ലഭിക്കണമെങ്കിൽ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ VJ വിൽസനെ കൈക്കൂലി ആവശ്യപ്പെടുന്നതായുള്ള പരാതി ഏറെക്കാലമായുള്ളതാണ്. പരാതി നിലനിൽക്കെയാണ് VJ വിൽസൺ വിജിലൻസിന്റെ പിടിയിലായത്. മുണ്ടുകോട്ടുകുറിശി സ്വദേശി മനമുള്ളി അബൂബക്കറിന്റെ ആധാരത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയ സർവേ നമ്പർ തിരുത്തുന്നതിന് ആണ് അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. സ്ഥലം പരിശോധിക്കാൻ വീട്ടിലെത്തിയപ്പോൾ കഴിഞ്ഞയാഴ്ച അബൂബക്കർ 1000 രൂപ നൽകിയിരുന്നു. സർവേ നമ്പർ തിരുത്തി നൽകുമ്പോൾ 2000 രൂപ കൂടി VJ വിൽസൺ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസർ അവധിയായിരുന്ന കഴിഞ്ഞ 28-ാം തീയതി തന്നെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറായ VJ വിൽസൺ ഇക്കാര്യം ശരിയാക്കിയ വിവരം അബൂബക്കറെ അറിയിച്ചിരുന്നു. എന്നാൽ വിജിലൻസിനെ അറിയിച്ച അബൂബക്കർ വ്യാഴാഴ്ച രാവിലെ 2000 രൂപ നൽകി വിൽസന്റെ പക്കൽ നിന്നും ശരിയാക്കിയ രേഖകൾ വാങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് ഇയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. വീട്ടില് സ്ഥലം വന്ന് നോക്കി 1000 രൂപ അവിടുന്ന് കൊടുത്തു. പിന്നെ 2000 രൂപയും കൂടി വാങ്ങുന്നു പറഞ്ഞു. അപ്പോൾ ഒരു നിക്കലിലായിട്ട് ഞാൻ വിജിലൻസിനെ പോയി സമീപിച്ചു. മൊത്തം 3000 രൂപ കൊടുത്തു, വീട്ടിലും പെടാനായിട്ട്. ഓഫീസ് സമയമായ 10 മണിക്ക് മുമ്പ് തന്നെ വിൽസൺ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു. വിൽസൺ അവിഹിതമായി പണം സമ്പാദിക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ചാലക്കുടിയിലെ വസതിയിലും തൃശൂർ വിജിലൻസ് പരിശോധന നടത്തി. അറസ്റ്റ് ചെയ്ത വിൽസനെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ വൈകിട്ട് ഹാജരാക്കി. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി സതീശൻ, തഹസിൽദാർമാരായ മുഹമ്മദ് ബഷീർ, ശിവദാസ്, വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ഫിറോസ്, ഷഫീഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സക്കീർ ഹുസൈൻ, നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചളവറ വില്ലേജ് ഓഫീസിൽ പരിശോധന നടത്തിയത്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലുള്ള ആഘോഷങ്ങളെന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ പറഞ്ഞു. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഓർമ്മ തിരിച്ചുപിടിക്കലാണ് കേരള പിറവി ആഘോഷം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത്. ആഘോഷം എന്ന വാക്കും ആശയവും നല്ലതാണെങ്കിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുള്ളതാണെന്നും ജയദേവൻ പറഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ആഘോഷങ്ങളല്ല വാസ്തവത്തിൽ വേണ്ടത്. പുതിയൊരു തരത്തിലുള്ള ആഘോഷങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ ആഘോഷങ്ങൾ നമ്മുടെ നാടിനെ ഇന്നുള്ളതിനേക്കാൾ നല്ലൊരു നാടാക്കി തീർക്കാൻ സഹായിക്കുന്ന ആഘോഷങ്ങളായിരിക്കണം. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മാറുന്ന കേരളം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഷീലാദേവി അധ്യക്ഷത വഹിച്ചു. കേരള പിറവി ദിനത്തിന്റെ ഭാഗമായി വികലാംഗർക്കുള്ള സ്കൂട്ടറിന്റെ വിതരണോദ്ഘാടനവും കെ ജയദേവൻ നിർവഹിച്ചു. കേരളോത്സവ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരനും കായികമേളയുടെ സർട്ടിഫിക്കറ്റുകളുടെയും ട്രോഫികളുടെയും വിതരണം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജയയും നിർവഹിച്ചു. ശാന്തകുമാരി, PP മണികണ്ഠൻ, ഷീല, KP വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൂതപ്പുഴയുടെ ഭാഗമായ കരിമ്പുഴപ്പുഴയിൽ പോലീസ് നടത്തിയ മണൽവേട്ടയിൽ 2 ലോറികളും 2 പെട്ടി ഓട്ടോകളും പിടികൂടി. ചെറുപ്പശ്ശേരി CI M കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. കരിമ്പുഴ കുന്നക്കാട് കടവിൽ രാത്രി നടത്തിയ പരിശോധനയിലാണ് 2 ടിപ്പർ ലോറികൾ പിടികൂടിയത്. മണൽ മാഫിയകൾ സന്ദേശം നൽകുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അതീവ രഹസ്യമായാണ് പോലീസ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുന്നക്കാട് കടവിലെത്തിയത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ നടന്ന പരിശോധനയിൽ മണൽ കയറ്റിയ 2 പെട്ടി ഓട്ടോറിക്ഷകളും പോലീസ് പിടികൂടി. പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കുന്ന മണൽ മാഫിയകളുടെ പ്രവർത്തനം സമൂഹത്തിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്നും ഇവർക്കെതിരെയുള്ള പ്രവർത്തനത്തിന് എല്ലാ ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും ചെറുപ്പശ്ശേരി CI M കൃഷ്ണൻ പറഞ്ഞു. മണൽ മാഫിയകളുടെ പ്രവർത്തനം നിരീക്ഷിച്ചു വരികയാണെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും CI അറിയിച്ചു. ഇന്ന് തന്നെ 2 പെട്ടി ഓട്ടോറിക്ഷ കടത്തിയ മണലും ഇന്നലെ രാത്രി കരിമ്പുഴ ഭാഗത്തു നിന്ന് 2 ഐസാറിന്റെ ടിപ്പർ ലോറിയും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തൂതപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന പെരിന്തൽമണ്ണ റോഡിലൊരു ടെമ്പോവും ഈ ചെറിയ ഒരാഴ്ചക്കുള്ളിൽ പിടിച്ചിട്ടുള്ളതാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇതിന് പിന്നിൽ നിന്നിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ലാഭത്തിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടവിലേക്ക് മണൽ ഇറക്കുന്നതും വണ്ടി ഇറക്കുന്നതും മണൽ വാരുന്നതിനെ കുറിച്ച് വിവരങ്ങൾ ശരിയായി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കത് നിർത്താനുള്ള നടപടി സ്വീകരിക്കാൻ പറ്റും. മണൽ റെയ്ഡിൽ ഗ്രേഡ് SI രാമചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉദയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PP ഹസീം എന്നിവർ നേതൃത്വം നൽകി.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ മണ്ണാർക്കാട് MET ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. മണ്ണാർക്കാട് നടന്ന ശാസ്ത്രമേളയിൽ 59 പോയിന്റോടെ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. 35 പോയിന്റ് നേടിയ തെങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. സാമൂഹ്യ ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും MET ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഒന്നാം സ്ഥാനം. ഗണിതശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും MES ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം നേടി. സാമൂഹ്യ ശാസ്ത്രമേളയിൽ നെല്ലിപ്പുഴ ദാറുന്നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് രണ്ടാം സ്ഥാനം. മേള വ്യാഴാഴ്ച ഏറെ വൈകിയാണ് സമാപിച്ചത്. ലക്നൌവിൽ സമാപിച്ച ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളം കിരീടം വീണ്ടെടുത്തപ്പോൾ കേരളത്തിനു വേണ്ടി ട്രാക്കിലിറങ്ങിയ കുമരമ്പത്തൂർ കല്ലടിയുടെ താരങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 9 മെഡലുകളാണ് കല്ലടിയുടെ താരങ്ങൾ നേടിയത്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ജൂനിയർ അത്ലറ്റിക് കിരീടം കേരളം തിരിച്ചുപിടിക്കുമ്പോൾ കല്ലടിയുടെ താരങ്ങൾ നേടിയത് 9 മെഡലുകൾ. ലിജോ മണിക്ക് 850 മീറ്ററിൽ വെള്ളിയും റിലേയിൽ വെങ്കലം, എബിൻ സണ്ണിക്ക് പോൾവാൾട്ടിൽ വെള്ളി, അനില വേണുവിന് 400 മീറ്ററിൽ വെള്ളി, റംഗയ്ക്ക് റിലേയിൽ വെള്ളി, ബബിതയ്ക്ക് 800 മീറ്ററിൽ വെങ്കലം, രഖിലിന് റിലേയിൽ വെങ്കലം, അബ്ദുള്ള മജീദിന് റിലേയിൽ വെങ്കലം, ഷർസിദിന് 200 മീറ്ററിൽ വെള്ളി എന്നിങ്ങനെ 5 വെള്ളിയും 4 വെങ്കലവും കല്ലടിയുടെ താരങ്ങൾ നേടി. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനമായിരുന്നു കല്ലടിക്ക്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ MLAയും CPI നേതാവുമായിരുന്ന EP ഗോപാലിനെ കൊപ്പത്ത് അനുസ്മരിച്ചു. 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ MLAയുമായ EP ഗോപാലിന്റെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CPIയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. രാവിലെ കൊപ്പം മണ്ണേങ്കോട്ടെ EP സ്മൃതി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. EPയെ പോലുള്ളവരുടെ ശ്രമഫലമായി നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനാണ് ഇന്ന് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് KP സുരേഷ് കുറ്റപ്പെടുത്തി. ഭൂപരിഷ്കരണ നിയമത്തിന്റെ അലകും പിടിയും ഉണ്ടാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച നേതാവാണ് EP. ആ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്ന വേളയിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കേരളത്തിലെ ഗവൺമെന്റിന് നൽകുന്നതിൽ EP വഹിച്ച പങ്ക് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ഭൂപരിഷ്കരണ നിയമം നേതാക്കളായ ജോസ് ബേബി, വിജയൻ കുനിശ്ശേരി, PM വാസുദേവൻ, കൊടിയിൽ രാമകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാള ഭാഷയെ സംരക്ഷിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ CP ചിത്രഭാനു പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച മലയാള ദിനാചരണം തിരുവായോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CP ചിത്രഭാനു. കേരളീയർ തന്നെയാണ് മലയാള ഭാഷയെ തകർക്കാൻ ശ്രമിക്കുന്നത്. മലയാള ഭാഷയെ തകർക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിച്ചതെന്നും ഡോക്ടർ CP ചിത്രഭാനു പറഞ്ഞു. 6 മലയാളി കൂടി ചേർന്നാൽ 100 മലയാളമാണ് സംസാരിക്കുക എന്ന്. അങ്ങനെ 100 മലയാളം സംസാരിക്കുമ്പോഴും മലയാളം എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ഒരു അഭിമാനമാണ് യഥാർത്ഥത്തിൽ ഭാഷയെക്കുറിച്ച് ചിന്തിക്കാനും ഭാഷയെക്കുറിച്ച് പല രൂപത്തിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മലയാള ദിനാചരണം സംഘടിപ്പിച്ചത്. തിരുവാഴോടുള്ള ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഭാഷയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ CP ചിത്രഭാനു ക്ലാസ് എടുത്തു. CN ശങ്കരനാരായണൻ, CP ചന്ദ്രശേഖരൻ, M കുട്ടൻ, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിതാലാപനവും ഉണ്ടായി. ഒറ്റപ്പാലം നഗരസഭാ കൌൺസിലിന്റെ 2ാം വാർഷികാഘോഷവും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയും ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തു. 2ാം വാർഷികാഘോഷത്തോടൊപ്പം ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിനും പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ ഉദ്ഘാടനവുമാണ് കേരളപ്പിറവി ദിനത്തിൽ നടന്നത്. നഗരസഭയിലെ ടൗൺ കേന്ദ്രീകരിച്ചുള്ള 5 വാർഡുകളിൽ ആദ്യഘട്ടമെന്ന നിലയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ P പാറുക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ S ശരവൻ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P സുബൈദ, C ശ്രീകുമാരൻ, C സുജാത, കൌൺസിലർ S ഗംഗാധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷവുമായി ഒരു ആലോചനയും നടന്നില്ല. നോട്ടീസ് അച്ചടിച്ചതിനു ശേഷമാണ് എല്ലാം അറിഞ്ഞതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ആഘോഷ പരിപാടികൾ ബഹിഷ്കരിച്ചതെന്നും കൌൺസിലർ ജോസ് തോമസും അറിയിച്ചു. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. K സലീഖ MLA കായികമേള ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്തെ കായികപരമായി കുട്ടികളെ വളർത്തിയെടുത്തുകൊണ്ട് ആരോഗ്യരംഗത്തും ശാരീരികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാക്കുക എന്നത് ഇത്തരം മേളകളുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്.
ഉദ്ഘാടന ചടങ്ങിൽ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വസന്ത അധ്യക്ഷയായിരുന്നു. ഷൊർണൂർ ഉപജില്ലയിലെ 29 LP സ്കൂൾ, 15 UP സ്കൂൾ, 12 ഹൈസ്കൂൾ, 8 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 970 കായിക പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച മേള സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP രാമകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. കുവൈത്ത് കലാ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ശനിയാഴ്ച അങ്ങാടിപ്പുറത്ത് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വിതരണം ചെയ്യും. കുവൈത്തിലെ മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ രൂപീകരിച്ച കുവൈത്ത് കലാ ട്രസ്റ്റാണ് സംസ്ഥാനത്ത് നിന്നും മലയാള മീഡിയത്തിൽ പഠിച്ചു SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകുന്നത്. ഉയർന്ന മാർക്ക് നേടിയ നിർധനരായ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പരിശോധിച്ച് 14 ജില്ലകളിൽ നിന്നുള്ള 28 വിദ്യാർത്ഥികളെയാണ് അവാർഡിനായി പരിഗണിച്ചിരിക്കുന്നത്. ഒരു ജില്ലയിൽ നിന്നും 2 പേർ വീതം 28 വിദ്യാർത്ഥികൾക്ക് 5000 രൂപ വീതമാണ് അവാർഡ് നൽകുക. 1999 മുതൽ കുവൈത്ത് കലാ ട്രസ്റ്റ് അവാർഡ് വിതരണം ചെയ്തു വരുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം അങ്ങാടിപ്പുറം കല്യാണി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയെ ട്രസ്റ്റ് ചെയർമാൻ VV ദക്ഷിണാമൂർത്തി, KV അബ്ദുൽ ഖാദർ MLA, P ശ്രീരാമകൃഷ്ണൻ MLA, CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി CP വാസുദേവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ജനറൽ കൺവീനർ ചന്ദ്രമോഹനൻ, CPM ഏരിയ സെക്രട്ടറി NP ഉണ്ണികൃഷ്ണൻ, പ്രവാസി സംഘം മണ്ഡലം പ്രസിഡന്റ് P മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. വീണ്ടും ഒരിടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേള തുടങ്ങി. വിളയൂർ എടപ്പലം CTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. 3 ദിവസങ്ങളായാണ് പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, IT പ്രവൃത്തി പരിചയമേള നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ CP മുഹമ്മദ് MLA മേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മേളകൾ പലപ്പോഴും കെട്ടുകാഴ്ചയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്ന് MLA അഭിപ്രായപ്പെട്ടു. കലോത്സവങ്ങളും ശാസ്ത്ര പരിചയമേളയുമൊക്കെ ഒരു കെട്ടുകാഴ്ചകളായി മാറുന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ അടുത്ത ദിവസം കൊപ്പം ഹൈസ്കൂളിൽ നടന്നൊരു പരിപാടി, സമ്മാനദാനം കൊടുക്കേണ്ട AEO പോലും അവിടെ പങ്കെടുത്തില്ല. സമ്മാനദാനത്തിന് വിളിച്ച കുട്ടികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇതിൽ താല്പര്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ല. ഞാൻ ആരെയും മോശക്കാരായി ചിത്രീകരിക്കാനല്ല ഇത് പറയുന്നു. PTA പ്രസിഡന്റ് OT സുബൈർ അധ്യക്ഷത വഹിച്ചു. AEO റൈഹാനത്ത്, നീലടി സുധാകർ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴാഴ്ച ശാസ്ത്ര ഗണിതശാസ്ത്ര മേളയാണ് നടന്നത്. 40ഓളം ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. കരിങ്കലത്താണി V1 വെഡ്ഡിംഗ് സെന്ററിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വിവിധ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പ് നടന്നു. 1ാം സമ്മാനമായ ആൾട്ടോ കാർ കട്ടിലപ്പടി സഫീർ അലിക്ക് ലഭിച്ചു. കരിങ്കലത്താണി V1 വെഡ്ഡിംഗ് സെന്ററിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതി ഒരുക്കിയത്. 1ാം സമ്മാനമായ മാരുതി ആൾട്ടോ കാർ കട്ടിലപ്പടി സഫീർ അലിക്കാണ് ലഭിച്ചത്. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിലാണ് 1ാം സമ്മാനാർഹനെ കണ്ടെത്തിയത്. 2ാം സമ്മാനമായ റെഫ്രിജറേറ്റർ വാഴയങ്കര സ്വദേശി ആദിൻ മുസ്ലിയാർക്ക് ലഭിച്ചു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P റീനയാണ് ഭാഗ്യവാനെ കണ്ടെത്തിയത്. 3ാം സമ്മാനമായി നൽകുന്ന വാഷിംഗ് മെഷീൻ തൊടുകാപ്പ് സ്വദേശി ഫാത്തിമയ്ക്കാണ് ലഭിച്ചത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ട്രഷറർ ഹമീദ് കപൂർ സമ്മാനാർഹനെ കണ്ടെത്തി. ബുധനാഴ്ച വൈകിട്ട് V1 വെഡ്ഡിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഭരതനാട്യം, മോഹിനിയാട്ടം, ഒപ്പന, മാർഗംകളി തുടങ്ങി എല്ലാ നൃത്തങ്ങൾക്കും ആവശ്യമായ വസ്ത്രങ്ങളും ചമയങ്ങളും വാടകയ്ക്ക് ലഭിക്കുന്ന പുതിയ ഷോറൂം ഇന്ത്യൻ ആർട്ട് ഹൗസ് ചെർപ്പളശ്ശേരിയിൽ ആരംഭിച്ചു. വാദ്യകുലപതി ചെർപ്പശ്ശേരി ശിവൻ ഇന്ത്യൻ ആർട്ട് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പളശ്ശേരി EMS റോഡിലാണ് പുതുമുകൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യൻ ആർട്ട് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, ഒപ്പന, മാർഗംകളി തുടങ്ങിയ എല്ലാ ക്ലാസിക്കൽ കലാരൂപങ്ങൾക്കും ആവശ്യമായ വസ്ത്രങ്ങൾ, ചമയം എന്നിവ ഇന്ത്യൻ ആർട്ട് ഹൗസിൽ വാടകയ്ക്ക് ലഭിക്കും. കൂടാതെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ വാട്ടർ കളർ, ഫാബ്രിക് പെയിന്റിംഗ് എന്നിവയും ഇന്ത്യൻ ആർട്ട് ഹൗസിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ലാസിക്കൽ സംഗീതങ്ങളുടെ ശേഖരവും നാടൻപാട്ടുകൾ, കവിത, കരോക്കെ എന്നിവയ്ക്ക് പുറമെ കഥ, കവിത, കലാരൂപങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, വിവർത്തനങ്ങൾ എന്നിവയും ഇന്ത്യൻ ആർട്ട് ഹൗസിലുണ്ട്. വയലിൻ, ഗിറ്റാർ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ എല്ലാ സംഗീത ഉപകരണങ്ങളും ലഭ്യമാണെന്നും ഉടമകൾ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. EMS സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം ഇന്നത്തെ സർക്കാരിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ ചളവറ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിലായ VJ വിൽസന്റെ പക്കൽ നിന്നും 2000 രൂപ കണ്ടെടുത്തു. വിൽസന്റെ ചാലക്കുടിയിലെ വസതിയിലും വിജിലൻസ് പരിശോധന നടത്തി. പെരിന്തൽമണ്ണ തെക്കൻമലയിലെ ക്രഷർ യൂണിറ്റിനും ക്വാറിക്കുമെതിരെ നാട്ടുകാർ സമരം ശക്തമാക്കി. പട്ടിക്കാട് ചുങ്കത്ത് ഹർത്താലും നിരാഹാര സമരവും. കരിമ്പുഴ പുഴയിൽ പോലീസ് റെയ്ഡ്. അനധികൃതമായി മണൽ കടത്തിയ 4 വണ്ടികൾ പോലീസ് പിടിച്ചെടുത്തു. പരിശോധനയും നടപടിയും ശക്തമാക്കുമെന്ന് ചെർപ്പശ്ശേരി CI M കൃഷ്ണൻ. ഇന്നത്തെ ആഘോഷങ്ങൾ യഥാർത്ഥ ആഘോഷങ്ങളല്ലെന്ന് DYFI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ജയദേവൻ. ആഘോഷങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടതാണെന്നും ജയദേവൻ. മണ്ണാർക്കാട് ഉപജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. MET ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.